നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമര പോരാട്ടം 2024. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ തിരുവോണ ആശംസകൾ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽപ്പെട്ട 6 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്ന പ്രകൃതി മനോഹരമായ കൂരുമല എന്ന് പറയുന്ന ഞങ്ങളുടെ സ്നേഹമലയിലാണ്. പാറമടയും ടൂറിസവും ഈ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഒരുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഒരു വീഡിയോ എടുത്ത് 2024 ആഗസ്റ്റ് 24 സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബിൽ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു. ഞങ്ങളുടെ എല്ലാ വീഡിയോകളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുക. അടിസ്ഥാനപരമായ ചില പ്രധാന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉപാധികളില്ലാത്ത സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നാം നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ സമൂഹത്തെ, രാഷ്ട്രത്തെ, ലോകത്തെ സ്നേഹിക്കണം. അത് കൊള്ളാമല്ലോടാ മക്കളെ. ഇതുപോലെ എല്ലാ മനുഷ്യരും ചിന്തിച്ചു പ്രവർത്തിച്ചാൽ ഈ ലോകം തന്നെ വലിയ സ്നേഹാലയായി മാറും. ഈ ഭൂപ്രകൃതിയുടെ പൊന്നോമനകളെ, ഇതിനേക്കാൾ അടിസ്ഥാനപരവും വളരെ അമൂല്യമായ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മക്കളെ? ഉണ്ടല്ലോ മുത്തശ്ശി. നമ്മുടെ യഥാർത്ഥമായ ഗുരു ഈ മഹാപ്രപഞ്ചമാണ്. വൈരുദ്ധ്യം നിറഞ്ഞൊരു ഭൂഗോളത്തെ പോൽ മറ്റൊരു രൂപഭാവത്താൽ എത്രയോ അത്ഭുതങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഈ അനന്തമാം വിശാലതയിൽ. ഈ പ്രപഞ്ചമാകുന്നു നമ്മുടെ ആദി ഗുരു. ഈ ഗുരുവിലൂടെ നാം പലതും കണ്ടുപഠിക്കുന്നു. അതിസങ്കീർണമായി നമ്മെ ചിന്തിപ്പിച്ച് അന്വേഷണ വിധേയമാക്കുന്നു ഈ മഹാഗുരു. നാം പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാൻ പോകുന്നതും ഈ ഗുരുവിലൂടെ മാത്രമാണ്. മുത്തശ്ശിക്ക് സന്തോഷമായി മക്കളെ, സന്തോഷമായി. ഈ ഓണത്തിന് എൻ്റെ പൊന്നോമനകൾക്ക് നിങ്ങളുടെ അച്ഛൻ ഓണക്കോടി വാങ്ങിത്തന്നോ? മക്കൾ ഓണസദ്യ ഉണ്ടോ? ഇല്ല മുത്തശ്ശി. എല്ലാ വർഷവും അച്ഛൻ ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങിത്തരും. അമ്മ ഓണസദ്യ ഉണ്ടാക്കി തരും. 3 ആഴ്ചയായി അച്ഛന് പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അച്ഛന് പണി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങിത്തരും. അമ്മ ഞങ്ങൾക്ക് ഓണസദ്യ ഉണ്ടാക്കി തരും. 2024 ഈ തിരുവോണ നാളിൽ നിങ്ങളെ കാണാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ ഈ മുത്തശ്ശിക്ക് വളരെ വളരെ സന്തോഷവും ദുഃഖവും ഉണ്ട് മക്കളെ. ഈ ഗ്രാമത്തെയും നിങ്ങളെയും സഹായിക്കാനുള്ള കഴിവ് ഈ പാവ മുത്തശ്ശിക്ക് ഇല്ലാതെ പോയല്ലോ. മാവേലി തമ്പുരാൻ വരുന്നു. പ്രകൃതി സ്നേഹികളായ നിങ്ങളെ സഹായിക്കാനുള്ള മാർഗം മാവേലി തമ്പുരാൻ പറഞ്ഞു തരൂ മക്കളെ. നമസ്കാരം മാവേലി തമ്പുരാനെ. നമസ്കാരം പ്രകൃതിയുടെ പൊന്നോമനകളെ, നമസ്കാരം. നിങ്ങളുടെ സ്നേഹമലയിൽ ഞാൻ വന്നപ്പോൾ നിങ്ങളിലൂടെ ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാ വർഷവും ഓണനാളിൽ എൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ഞാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: കള്ളവും ചതിയും ഇല്ലാത്ത നല്ലൊരു ഭരണം ജനങ്ങൾക്കു വേണ്ടി ഞാൻ ഭരിച്ച ഈ കൊച്ചു കേരളം ഇങ്ങനെയായി പോയതെന്തേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഇതിനുള്ള ഉത്തരം ഈ പ്രപഞ്ചമാകുന്ന ഗുരുവിലൂടെ സ്വാമിനാഥന് പറയാൻ കഴിയുമോ? ബഹുമാന്യനായ മാവേലി തമ്പുരാനെ, സത്യം പറയുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന ഒറ്റ കാരണത്താൽ മാനവ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടുകയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ പ്രപഞ്ചമാകുന്ന ഗുരുവിലൂടെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്: ഭൂഗോള ജീവികളുടെ ജീവിതാവസ്ഥയിൽ കഴിവുള്ളവർ കഴിവ് കുറഞ്ഞവരെ കീഴ്പ്പെടുത്തുന്നു. മനുഷ്യാധിപത്യം ഭൂമിയിൽ ആരംഭിച്ച കാലം മുതൽ ഈ ഭൂപ്രകൃതിക്കും മറ്റു ജീവജാലങ്ങൾക്കും നാശം സംഭവിച്ചു തുടങ്ങി. മറ്റ് ജീവപരമ്പരയാകട്ടെ പ്രകൃതി അനുവദിച്ചു കൊടുത്തിട്ടുള്ള കഴിവിലൂടെ അവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നു. ഈ ഭൂപ്രകൃതിയെയും ജീവപരമ്പരയെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്ത പാഴ്വസ്തുവാണെന്ന് പ്രപഞ്ചമാകുന്ന ഗുരു എന്നിലൂടെ ചിന്തിപ്പിക്കുകയാണ്. പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനം പ്രകൃതിയാൽ മാറ്റപ്പെടുമെന്ന പ്രപഞ്ച നിയമ സത്യത്തിൽ
മനുഷ്യജീവികൾക്ക് വംശനാശം സംഭവിക്കേണ്ടതാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ഈ പ്രപഞ്ചമാകുന്ന ഗുരുവിലൂടെ മാനവ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. പ്രപഞ്ചമാകുന്ന മഹാഗുരുവിൻ്റെ മുന്നിൽ നാം ദൈവവിശ്വാസികളോ നിരീശ്വരവാദികളോ ആകുന്നതിലല്ല പ്രധാനം. സ്വഭാവ ഗുണങ്ങളോടുകൂടി നന്മയുള്ള സത്യത്തിലൂടെ പ്രവർത്തിക്കുന്നവരിലാണ് മനുഷ്യത്വവും സ്നേഹവും ഐശ്വര്യവും നിലകൊള്ളുന്നത്. ഈ ഭൂമിയിൽ ഉപാധികളില്ലാത്ത സ്നേഹം എക്കാലവും നിലകൊള്ളുന്നതിനായി മാനവ സംസ്കാരത്തിലൂടെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നതായ സ്നേഹാലയ എൻ്റെ പ്രാണവായുവാണ്. ഞങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിനായി ധനപരമായി ഞങ്ങളെ സഹായിക്കണമെന്നുള്ളവർ ഈ അക്കൗണ്ട് കാണുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ വിശ്വനിലയം.